നമസ്കാരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഒത്തിരി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇന്നിവിടെ നമുക്ക് പുതുവർഷത്തിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് പുതുവർഷ ഫലം നമുക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താം. അപ്പോൾ അത് 12 മാസമായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓഗസ്റ്റ് 17 പുതുവർഷം തുടങ്ങുന്നു. മലയാള ആണ്ട് 1201 ചിങ്ങ 1 തുടങ്ങുന്നത് ഓഗസ്റ്റ് 17. അതുപോലെ കർക്കിടകം വരെയുള്ള 12 മാസങ്ങളെ അതാത് മാസത്തിലുണ്ടാകുന്ന ഈ 27 നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ചുരുക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവാം. ഈ ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ചിങ്ങമാസം. അതിലെ ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ മിഥുനത്തിൽ ഗുരുവും ശുക്രനും നിൽക്കുന്നു. ചിങ്ങ 1-ാം തീയതിയിലത്തെ അവസ്ഥയാണ് പറയുന്നത്. കർക്കിടകത്തിൽ ബുധൻ, ചിങ്ങത്തിൽ ആദിത്യൻ, കേതു, കന്നിയിൽ ചൊവ്വ, കുംഭത്തിൽ സർപ്പി അതായത് രാഹു, മീനത്തിൽ ശനി. ഇതാണ് ചിങ്ങം 1 തുടക്കത്തിലെ ഗ്രഹനില സ്ഥിതി. അപ്പം ഇതിൽ ശുക്രൻ, ബുധൻ, ചൊവ്വ, വീണ്ടും ശുക്രൻ, വീണ്ടും ബുധൻ, ഇങ്ങനെ 3 ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും വരുന്നുണ്ട്. അതനുസരിച്ചുള്ള വ്യത്യാസം ഈ ഫലം നോക്കുന്ന സമയത്ത് കണ്ടെത്തിക്കൊണ്ടാണ് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് നോക്കുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം തുടങ്ങിയ 5 നക്ഷത്രക്കാരുടെ ഇത് പറയുമ്പോൾ മുന്നോട്ടുള്ള വിഗതിയിൽ ദൈവാധീനത്താൽ ആ വർഷഫലത്തിൽ ചിങ്ങമാസത്തിൽ ഈ 5 നക്ഷത്രക്കാരുടെയും ഇത് നോക്കുമ്പോൾ വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ടുള്ള പുതു സംരംഭങ്ങൾ തുടങ്ങാനോ അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനോ സാധിക്കുന്ന സമയമാണ്. അതുമാത്രമല്ല, ഈ 5 നക്ഷത്രക്കാരുടെയും സാമ്പത്തികം കുറച്ചുകൂടെ അഭിവൃദ്ധിയിലേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ ശ്രമിച്ചാൽ വളരെ ഗുണമായിട്ടുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും തീർത്ഥയാത്രയ്ക്കായിരുന്നാലും അത് സ്വദേശത്തോ വിദേശത്തോ പോകുന്ന കാര്യങ്ങളിൽ അനുകൂല സ്ഥിതി ഉണ്ടാകും. പോകുന്ന കാര്യം ഗുണപ്രദമായിട്ട് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ചിങ്ങമാസത്തിലെ മേടക്കൂറുകാർക്ക് വളരെ നല്ല ഈശ്വരാധീനം കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ട് ടൈമായിട്ടോ മറ്റു കാര്യങ്ങളിലോ കാര്യങ്ങൾ ഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വേറെ പാർട്ട്ണർഷിപ്പിലേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അനുകൂല സമയമാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരുദ്ധരിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇറങ്ങിയാൽ അതിനുള്ള സഹായവും സാമ്പത്തികവും ഗുണമായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വഴി ഒരുങ്ങുന്നതാണ്. ദൈവാധീനത്തിൽ പല പ്രശ്നങ്ങളിലും ശനിയുടെയും ബുധൻ്റെയും മൗഢ്യമുണ്ട്. അതായത് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ, ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാർ പുറംതിരിഞ്ഞിരിക്കുന്ന അവസ്ഥ, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥ, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും. ആ വക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും സൊല്യൂഷൻ അതിനെല്ലാം ഉണ്ടായിരിച്ചു. പിന്നെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും കുറച്ചു കാലം മുൻപേ ഉള്ളത് നമ്മളെ പലതരത്തിലും വലച്ചിട്ടുണ്ട്. നമ്മളെ മാത്രമല്ല, വീട്, ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് മുൻപ് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ
കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറിപ്പോയത്, ആ വൈരാഗ്യവും വാശിയും വീണ്ടും നമുക്കെതിരായിട്ട് ദോഷകരമായിട്ട് വരുന്ന നെഗറ്റീവ്സ് തടഞ്ഞു നിർത്താനുള്ള മാർഗവും അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാർഗവും ഈ ചിങ്ങമാസത്തിൽ വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും 4 ഘടകം. 1, അവനവൻ്റെ മനസ്സ്. 2, അവനവൻ്റെ പ്രവൃത്തി. 3, എവിടെയാണോ നിൽക്കുന്നത്, എന്തിനാണോ നിൽക്കുന്നത്. 4, അതിൻ്റെ ഫലപ്രാപ്തി. അപ്പോൾ ഈ ആകത്തുകയിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഗുണകരമായിട്ട് മനസ്സ് ശരിയാകണം. ഇത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. കൺഫ്യൂഷൻ വരാം. അത് പരീക്ഷാ വേളയിലായിരുന്നാലും ഏത് കാര്യം ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും നമ്മുടെ മനസ്സിന് ഒരു ഉറച്ച തീരുമാനം. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് മാറി മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് ഈ ചിങ്ങമാസം. അപ്പോൾ മനസ്സിന് എനർജി വേണം എന്നുള്ളതാണ് രത്നച്ചുരുക്കം. രണ്ടാമത് കർമ്മം. ആ ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് 4 വശമുണ്ട്. അതിൻ്റെ ഉള്ളിൽ സമയം, സാമ്പത്തികം, അർപ്പണബോധം, അതോടൊപ്പം ഫലം. അപ്പോൾ ആ കർമ്മഫലത്തിൽ ഫലം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം റിസൾട്ട് തന്നെയാണ്, എക്സാം ആൻഡ് റിസൾട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മളെ വീട്ടുകാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് പലപ്പോഴും സാധിക്കില്ല. പക്ഷെ ചിങ്ങമാസത്തിൽ അതിനൊരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം നമ്മളേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മെച്ചവും മിച്ചവും വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ വർഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ചിങ്ങമാസം ആ തരത്തിൽ ഈ കൂറുകാർക്ക് വളരെ ഗുണപ്രദം തന്നെയാണ്. മാത്രമല്ല, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവക്കൂറുകാർക്ക് ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. ഇവിടെ ചില പ്രതിച്ഛായകൾ, കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ കൂടി അവരവരുടെ കഴിവും യോഗ്യതയും തെളിയിക്കുന്ന വേദികൾ, സാധ്യതകൾ വരാനുള്ള യോഗമുണ്ട്. അതോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന പല ഗ്രൂപ്പുകൾക്കും പല ചലഞ്ചസും വരും. അത് ഫോഴ്സിനായിരുന്നാലും പോലീസിലായിരുന്നാലും ശരി തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടി വാദിക്കും പ്രതിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയമാണ് ഈ കൂറുകാർക്ക്. പക്ഷെ അതിനെ സഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാഥാർത്ഥ്യം, സത്യം എന്നുള്ളത് നമുക്ക് ഗുണപ്പെടുത്തി നമുക്ക് അനുകൂലമാക്കി വരാനുള്ള സാധ്യത ഈ ചിങ്ങമാസത്തിലുണ്ട്. അവിടെയും ദൈവാധീനം വേണം. അപ്പോൾ ഈ ദൈവാധീനത്തിന് പ്രത്യേകിച്ച് ഇവിടെ ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ, മുക്കാൽ, മിഥുനക്കൂറുകാർക്ക് നോക്കുമ്പോൾ ഈ ചിങ്ങമാസം വളരെ മെച്ചവും ഗുണകരവുമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗാതി ദുരിതങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകും. പ്രായോഗികമായിട്ട് ഭക്ഷണത്തിലും ആയുർവേദിക ട്രീറ്റ്മെൻറ്റിലും കറക്റ്റ് ചെയ്താൽ കുറേ മാനവവിഷം അനുഭവിച്ച ആ വക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്, വിവാഹ പ്രപ്പോസലുകൾ പലതും വരുന്ന അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. തടസ്സം. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു വിവാഹ പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും നമ്മുടെ ജീവിതത്തിൽ ആ ഗതിവിഗതികൾ ഒരു കൂട്ട് അല്ലെങ്കിൽ ആ പാർട്ട്ണർ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലേക്ക് തടസ്സം കൂടാതെ കാൽവയ്ക്കാൻ ഈ ചിങ്ങമാസത്തിൽ നമുക്ക് നിശ്ചയം തന്നെ നടത്താനോ വിവാഹ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമായിട്ട് വരും. ഇവിടെ ദുർഗാ ഭഗവതിക്ക് തൃശ്ശതി മന്ത്രാർച്ചന ചെയ്തത് വളരെ വിശേഷമാണ്. അതൊരു 5 ചൊവ്വാഴ്ചയോ 5 വെള്ളിയാഴ്ചയോ അതാത് പേര് നക്ഷത്രം ചൊല്ലി അതിൻ്റേതായിട്ടുള്ള സമർപ്പണം. തൃശ്ശതി എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണ്. ഈ തടസ്സങ്ങൾ മാറാൻ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കർക്കിടകക്കൂറ് പുണർത്തിക്കാൽ പൂയ മാലിന്യമായിട്ട് വരും. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആ കൂറുകാർക്ക് പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം പ്രായോഗികമായിട്ട് ചില പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട്, പ്രായോഗിക പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ദേവാലയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇഷ്ടദേവതയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പിതൃക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നാഗദേവതകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് പല മുടക്കങ്ങളും കുറവുകളും ഉണ്ടായിട്ടുള്ളത് പരിഹരിച്ചാൽ ഒരുവിധം നമുക്ക് ദൈവാധീനം നമ്മുടെ കൂടെ അനുകൂലമായിട്ട് നിൽക്കും. രണ്ടാമത്, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്.
കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിടുന്നു, കുറച്ച് ആൾക്കാരെ വെട്ടിക്കുറയ്ക്കുന്നു, കുറച്ച് ആൾക്കാരെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ചലഞ്ചസ് വരുന്ന മേഖലയിൽ നിൽക്കുന്ന ജോലിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന സമയമാണ്. കർക്കിടകം കൂറിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ വരും. അത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈ കൂറുകാരെ സംബന്ധിച്ചോളം ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകും. ഇതിൽ ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ചെയ്യുന്നതാണ് ഉചിതം. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും കിട്ടിയേ പറ്റും. ഇവിടെ ചികിത്സകൾ നീട്ടിവെക്കുന്നതും മാറ്റിവെക്കുന്നതും പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. സാമ്പത്തികം, സമയം, അതത്ര ഉചിതമായിട്ടുള്ള സമയമില്ല. അത് യഥാവിധി ആ കണക്കിന് ചെയ്ത് കാര്യങ്ങൾ പരിഹരിച്ച് നമ്മളുടെ ആരോഗ്യം സുശക്തമാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ രോഗാനുദുരിത ബന്ധനങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള രക്ഷകൾ ധരിക്കുന്നത് നല്ലതാണ്. സുദർശനം, അഘോരം, തൃശൂലിനി, ശ്രീരാജരാജേശ്വരി യന്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സാം ടൈമിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ടിൽ ഗ്രോത്ത് ഇല്ലാതെ വിഷമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ടെൻഷൻ ആ സമയത്ത് മാറി എല്ലാം കാണാതെ അറിയാമെങ്കിൽ അത് അപ്ലൈ ചെയ്യാനോ അത് റിസൾട്ട് ആക്കാനോ അത് ഫലവത്താക്കാനോ പറ്റാത്തതിൻ്റെ വിഷമം കുറേ അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാരാജരാജേശ്വരി മന്ത്രം ധരിക്കുന്നതും പ്രത്യേകിച്ച് സരസ്വതി കടാക്ഷത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ, അതായത് ഭഗവതിക്ക് തന്നെ സൂക്താർച്ചന ചെയ്യുന്നത് വളരെ വിശേഷം. പ്രത്യേകിച്ച് എക്സാം ടൈം കഴിയുന്നത് വരെയെങ്കിലും സൂക്താർച്ചന ആരെങ്കിലും പോയി, അവരവർ തന്നെ പോകാൻ പറ്റിയില്ലെങ്കിലും ആ നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ ചിങ്ങമാസം വളരെ ഫലവത്താണ്. ചില പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒത്തുതീർപ്പ്, സെറ്റിൽമെൻറ്റിലേക്ക് വന്ന കാര്യങ്ങൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ പറ്റും. കോടതി വ്യവഹാരം പ്രത്യേകിച്ച്, കുടുംബ വസ്തു തർക്കം പ്രത്യേകിച്ച്, ഡിവോഴ്സിനെ സംബന്ധിച്ചോളം കാര്യം പ്രത്യേകിച്ച്, കുടുംബ കോടതി കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പ്രത്യേകിച്ച്, ഇതെല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, അത് മൂന്നാം സ്ഥാനം കോടതിയായിരുന്നാലും വക്കീൽ മുഖാന്തരമായിരുന്നാലും അതല്ലാതെ ആയിരുന്നാലും ശരി തന്നെ ആ വക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വസ്തു തർക്കമായിരിക്കാം, അതിര് തർക്കമായിരിക്കാം, വഴി തർക്കമായിരിക്കാം, ഇങ്ങനെ പലതരത്തിലുള്ള സെറ്റിൽമെൻ്റ് ആകാൻ പറ്റാതെ കുഴയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പിനുള്ള വഴി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇവിടെ തടസ്സങ്ങൾ വരാതിരിക്കാൻ, വിഘ്നങ്ങൾ വരാതിരിക്കാൻ ശ്രീ മഹാവിഘ്നേശ്വരന് തന്നെ കറുകമാലയും പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷം. കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി അവരവരുടെ അടുത്തുള്ള അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതൊരു 4 ദിവസമെങ്കിലും അത് തുടർച്ചയായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് കുറച്ച് കൂടുതൽ ഡിലേ ആവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഉത്രത്തി മുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിച്ച് പഴി കേൾക്കുക, വിരോധത്തിലുണ്ടാകുക എന്നുള്ള കുറേ അനുഭവം ഉണ്ടായി. തിരിച്ച് അവരിൽ നിന്നോ മറ്റാരിൽ നിന്നോ നമുക്ക് സഹായം വേണ്ടപ്പെട്ട സമയത്ത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ട് വീട്ടിനകത്ത് ചില പ്രശ്നങ്ങൾ, വീട്ടുകാരും സ്വന്തം കാര്യം നോക്കാതെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും കാര്യങ്ങൾ നോക്കുന്ന ഈ മനുഷ്യൻ്റെ കാര്യം എന്താ? അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലെല്ലാം തലയിട്ട് ഓരോരോ പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പദവികൾ നഷ്ടപ്പെടാനുള്ള സമയമുണ്ട്. സ്ഥാപനം, പ്രസ്ഥാനം. സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ, അവിടെ ഡീപ്രമോഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ചില പാലവെപ്പും പ്രശ്നങ്ങളായിരിക്കാം. പ്രസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടികളായിരുന്നാലും സംഘടനകളായിരുന്നാലും ഇവിടെയും സ്ത്രീജനങ്ങളെ അവഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അവഗണന ഒഴിവാക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ഡീപ്രമോഷൻ പോലുള്ള ചില കാര്യങ്ങൾ വരാൻ. അപ്പോൾ ഇതിൽ ശത്രുദോഷമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളെ കൂടെ നിൽക്കാതെ ഒഴിവാക്കുന്ന അവസ്ഥ ഇത് പ്രതീക്ഷിക്കണം. ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ ഷൺമുഖന് പാലഭിഷേകം ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിക്കില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പരിക്ക് എന്ന് പറയുന്നത് മനസ്സിൻ്റെ പരിക്കാണ്. എന്നാലും അവരെന്നെ ഒഴിവാക്കിയല്ലോ, എന്നാലും ഇങ്ങനെ കാണിച്ചല്ലോ, ഞാൻ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് നിന്നിട്ട് കൂടെ വന്നിട്ട് ഇവരിങ്ങനെ കാണിച്ചല്ലോ, ആ ഒരു ദുഃഖ സങ്കടം ഒഴിവാക്കാൻ പറ്റും. സുബ്രഹ്മണ്യ ഭഗവാൻ 5 വെള്ളിയാഴ്ച അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 5 ദിവസമെങ്കിലും അഭിഷേകം, പാലോ ഇളം നീരോ പനിനീരോ ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ചിത്തിരത്തര
ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി. ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട്. ഇവിടെ ശാപപാപ ബന്ധനങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാം. ശാപം, പാപം, ബന്ധനം. ശാപം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാരണമുള്ളതല്ല, പൂർവീയമായിട്ടുണ്ടായിരിക്കുന്നത്. ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപം, എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ടുള്ള ശാപം. അത് പിതൃകോപമാകാം, ദുർമൃതി കോപമാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ആഗ്രഹ നിവൃത്തി വരാതെയുള്ള ശാപങ്ങൾ നമുക്ക് ബാധിക്കാം. അപ്പോൾ അതെങ്ങനെ മാറും? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാപമായിട്ട് മാറും. പലതരത്തിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും നമുക്ക് ബാധിക്കുന്ന ആ ശാപം പാപമായിട്ട് മാറും. അപ്പം ആ പാപത്തെ എന്ത് ചെയ്യണം? കഴുകിക്കളയുക എന്നുള്ളത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പല പാപത്വവും നമുക്ക് അങ്ങനെയാണല്ലോ. വ്രതങ്ങളുണ്ട്, അമ്മമാരെടുക്കുന്ന വ്രതങ്ങൾ എന്തിനാണെന്ന് അവർക്കറിയാം. അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയേ എടുക്കില്ല. ഒട്ടുമുക്കാലും ഗൃഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സ്ത്രീജനങ്ങൾ വ്രതം എടുക്കുന്നത്. പല കാരണങ്ങൾക്കും. ചിലപ്പം വീട്ടിലെ ആസക്തി കൊണ്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പരസ്പരം കാര്യങ്ങൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് അമ്മമാർ ഷഷ്ടിവ്രതം, പ്രദോഷവ്രതം തുടങ്ങിയുള്ള പല വ്രതങ്ങൾ എടുക്കുന്നത്. അതുപോലെ ഈ പാപത്വം കഴുകിക്കളയാനുള്ള ചില സമർപ്പണ ക്രിയകൾ ചെയ്യണം. അത് ആ സമർപ്പണ ക്രിയ എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹ നിവൃത്തി വരാതെയും അതല്ല നാഗശാപം, വന്നു കയറിയ പാമ്പിനെ തല്ലിക്കൊണ്ടുള്ള ദോഷം, ഇതൊക്കെ ശാപത്തിൽ പെടും. അപ്പോൾ ആ സർപ്പകോപശാപങ്ങളും മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഭാഗ്യസൂക്ത ഉപചാരക്രിയ ചെയ്ത് ലക്ഷ്മീനാരായണ പൂജ അത് ചെയ്ത് തിലഹോമം, പാൽപ്പായസം ഇത് ചെയ്യാം. അതായത് തീർത്ഥസ്നാന സ്ഥലങ്ങളിലുള്ള ദേവാലയത്തിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം തിലഹോമം ഗൃഹത്തിൽ വെച്ചും ചെയ്യാം. അപ്പോൾ അതുപോലെ പാപങ്ങൾ മാറി ആ ശാപങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ പരിഹാരം കിട്ടുന്നതാണ് ബന്ധനമോചനം. പല ബ്ലോക്കുകളും മാറും. അപ്പം ശാപം, പാപം, ബന്ധനം. ഇവിടെ തുടക്കം ഏതാണ്? ശാപത്തിൽ നിന്നായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ നിന്നായിരിക്കാം. അപ്പം അത് പാപം കഴുകിക്കളയുമ്പോൾ ബന്ധനവും മാറും, ബ്ലോക്കുകൾ മാറും. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, യാത്രാ തടസ്സങ്ങൾ, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഒക്കെ മാറും. ഇത് ഏത് വ്യവസായം ചെയ്യുന്നവർക്കായിരുന്നാലും, പലതരത്തിലുള്ള വലിയ ബിസിനസ് ചെയ്യുന്നവർക്കായി ഓടി എടുത്തിട്ട് ചെയ്യുന്നവർക്ക്, ബാങ്കുമായിട്ടുള്ള കാര്യങ്ങൾ, ഡീലിങ്സ്, ഇതിനൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നതായിരുന്നാലും ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, ബന്ധനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് നിവൃത്തി, പരിഹാരം നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും ഈ ചിങ്ങമാസത്തിൽ. അതിൻ്റേതായിട്ടുള്ള മാറ്റം വർഷം മുഴുവൻ നമുക്ക് ഉണ്ടാകാൻ, ഗുണകരമാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. വിശാഖത്തിക്കൽ, അനിഴം, തൃക്കേട്ട, വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഭഗവതി കടാക്ഷം കൂടുതലായിട്ട് ഉണ്ടെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ചില പ്രശ്നങ്ങളിൽ, അതായത് നമ്മളായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പല സമയത്ത് മാറി നിൽക്കേണ്ട സാഹചര്യം വരും. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള താൽക്കാലിക മാറ്റമാണ്. ആ താൽക്കാലിക മാറ്റം നമുക്ക് ദോഷം വരാതെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കർമ്മഭാവം പുഷ്ടിപ്പെടുത്തണം എന്നുള്ളത് വീണ്ടും വൃശ്ചിക രാശിക്കാരിലുണ്ടാകും. കർമ്മഭാവം എന്ന് പറഞ്ഞാൽ അധിക ചെലവാണ്, അധികമായിട്ടുള്ള വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അധികമായിട്ടുള്ള ദൂരത്തേക്കുള്ള യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ടെങ്കിലും നമ്മൾ കുറച്ച് ഓവർലോഡ് എടുക്കേണ്ടി വരും. അത് തൊഴിൽ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, അതല്ലെങ്കിൽ ഇവിടെ ചലഞ്ചസ് വരുന്നത് പരിസരത്ത് നിന്ന് തന്നെയാണ്. ശത്രുദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഷോക്കസ് നോട്ടീസ്, സാമ്പത്തികം വെട്ടിച്ചുരുക്കൽ, ഇങ്ങനെയൊക്കെ വരും. അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള ശത്രുക്കൾ, യൂണിയൻ ആയിരിക്കാം, ചില കോക്കസിൻ്റെ ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം. ബിസിനസ് മേഖലയിലാകുമ്പം ആ സ്ഥലം തന്നെ നമ്മൾ വിട്ടുപോകണമെങ്കിൽ എടുത്തോളാം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരെ ഫേസ് ചെയ്യണം. അവിടെ ഉണ്ടായിരിക്കുന്ന ബിസിനസ് പകുതിയായിട്ട് നിൽക്കുന്നു, പരിസരത്തുള്ള ചില ആൾക്കാരുടെ എതിർപ്പ്, ലീഗൽ പ്രോബ്ലങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഓരോ മേഖലയിലും ഈ ചലഞ്ചസ് വരുമെന്നുള്ളതാണ്. ഈ ചലഞ്ചസിന് മറികടക്കണമെങ്കിൽ പഞ്ചഭൂത അധിപനായിട്ടുള്ള ശ്രീ മഹാരുദ്രന് ഭഗവാൻ ശിവഭഗവാൻ തന്നെ വേണം. ഇവിടെ 11 ദിവസം മുടങ്ങാതെ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഈ വക ബന്ധനങ്ങളും
പ്രശ്നങ്ങളിൽ നിന്നും നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമായിട്ട് നമുക്ക് തെളിഞ്ഞു വരും, മുന്നോട്ട് പോകാൻ പറ്റും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. ധനുരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗൃഹത്തിൽ ചില നെഗറ്റീവ്സ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ചില നെഗറ്റീവ്സ് വരാനുള്ള സാധ്യത മുമ്പ് ഉണ്ടായിട്ടുള്ളതിനെക്കാട്ടി അധികം. ചില്ലുടയുക, അഗ്നിദോഷം ഉണ്ടാവുക, കുക്കർ, ഗ്യാസ്, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നത്, ഇലക്ട്രിക് സ്വിച്ച്, ഈ അഗ്നി ഭയം ഉണ്ടാകുക, വളർത്തു മൃഗത്തിൽ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിലേക്ക് ബാധിച്ച് പെറ്റുകൾ ചത്തുപോവുക. പശുവായിരുന്നാലും ആടായിരുന്നാലും പൂച്ചയായിരുന്നാലും നായയായിരുന്നാലും ശരി തന്നെ അതിൽ ആ ദോഷങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ടതാണ് ആ തരത്തിൽ പോയിട്ടുള്ളത്. ഇതേ നെഗറ്റീവ്സ് ഈ മാസത്തിലും നമുക്ക് ആവർത്തിക്കാൻ പാടില്ല. അവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ നെഗറ്റീവ്സിനെ നമുക്ക്, അല്ലെങ്കിൽ എന്തോ പറഞ്ഞ പോലെ ഒരു പുറകോട്ട് വലിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് മറികടക്കേണ്ടിയിരിക്കും, മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇവിടെ മക്കളുടെ റിസൾട്ടിനെ പറ്റി നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതില്ല. മക്കൾക്ക് ഉണ്ടാകുന്ന സങ്കടത്തിൻ്റെ 4 ഇരട്ടിയാണ് രക്ഷകർത്താക്കൾ ഉണ്ടാകുന്നത്. ഇവിടെ കമ്പാരിസൺ എന്നുള്ളത് ഒരുത്തർക്ക് ഇഷ്ടപ്പെടുന്നതല്ല, ഉപദേശവും ഇഷ്ടപ്പെടില്ല. അവിടെ എന്ത് വേണം? അവനവൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. ഇവിടെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും ശക്തിയും യോഗ്യതയുണ്ട്. പക്ഷേ പരിസരത്തും ചുറ്റും ഫ്രണ്ട്സിൻ്റെയും ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളോ നമ്മളും കൂടെ പെട്ടുപോയി ലോസ് വരാൻ പാടില്ല. സമയം എന്ന് പറയുന്നതും ലോസ് തന്നെയാണ്, കഴിഞ്ഞു പോയത് പറ്റില്ല. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാരം നമ്മൾ ചെയ്യണം. അത് ഗൃഹത്തിൽ തന്നെ നല്ല രീതിയിലൊരു ഭഗവതി പൂജ ചെയ്ത് ഈ വക പ്രശ്നങ്ങളിൽ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ്സുമായി ഭഗവതി സേവയായിട്ട് ചെയ്താൽ വളരെ വളരെ ഉചിതമായിട്ടുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം, അവിട്ടത്തര, മകരരാശി. മകരരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അധിക ചെലവുകൾ കൂടി വരുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവുകൾ അത് ബാധിക്കുന്നത് മൊത്തം ബഡ്ജറ്റിനെ ബാധിക്കും, നമ്മുടെ വീട്ടിലെ കുടുംബകാര്യങ്ങളിലെ. അതൊന്ന് നിയന്ത്രിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ ഓണക്കാലത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളതാണ് ഒരു താല്പര്യം, അവരവരുടെ കാര്യങ്ങൾ. എന്നിരുന്നാലും കൈവിട്ട് പോകും. ചില സമയത്ത് സാമ്പത്തികം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വന്നു പോകും. കാരണം വീണ്ടും നമുക്ക് പണയം വെക്കാനോ പലിശയ്ക്കെടുക്കാനോ പാടില്ല. അതുകൊണ്ടുള്ള സാധ്യതയാണ് നേരത്തെ സൂചിപ്പിച്ചത്. രണ്ടാമത് മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ദൈവാധീനം നല്ല രീതിയിലുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ട പല പ്രശ്നങ്ങളും ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് വസ്തു വിൽപ്പന, വിവാഹം ഉറപ്പിച്ചിട്ട് കാര്യങ്ങൾ ഒരു കരയ്ക്കെത്തിക്കാനുള്ളത്, ലീവിൻ്റെ കാര്യം, വിദേശത്തുള്ള ആൾക്കാരുടെ വരവ് പോക്ക്, ലീവിൻ്റെ കാര്യം, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിങ്ങിന് അങ്ങോട്ട് എത്തില്ല, ഡിലേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഡിലേ ആണ്. നമ്മളെ കണക്ക് കൂട്ടിന് അപ്പുറം നമ്മൾ മുന്നോട്ട് പോയിട്ട് വരും. പിന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അത് വേണ്ടപ്പെട്ടവർക്കായിരുന്നാലും ബന്ധുക്കൾക്കായിരുന്നാലും ശരി തന്നെ. സാമ്പത്തികം തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതെങ്കിൽ അതിന് മടി കാണിക്കാൻ പാടില്ല. കാരണം നാളെ നമ്മുടെ അവസ്ഥയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഹെൽപ്പുകൾ ആവശ്യമായിട്ട് വരും. ഇൻഷുറൻസ് മേഖലയിലും ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലും ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം എടുത്തു കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഇലക്ഷൻ വേളയിൽ ആ ഭാഗത്ത് ആ നിലവാരത്തിൽ നിൽക്കുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ചോളം നോക്കുമ്പം ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലോസ് ഉണ്ടാവും എല്ലാ ഭാഗത്തുനിന്നും. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടി പറ്റുമെങ്കിൽ അവരവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള സമർപ്പണങ്ങൾ ചെയ്യാം. ചിലർക്ക് ഗുരുവായൂരപ്പനായിരിക്കും, മൂകാംബിയായിരിക്കും, ചിലർക്ക് അങ്ങനെയുള്ള ഓരോ സങ്കല്പത്തിനും അനുസരിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ സമർപ്പണമോ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ മാറ്റം നമ്മളിൽ കൂടി മറ്റുള്ളവർക്കും കുടുംബത്തിനും ശ്രേയസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിട്ടത്തര, ചതയം, പൊരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി. കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്.
യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയും ആദിത്യൻ്റെയും കാലഭോര സമയത്ത് പുറപ്പെടുന്നത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിജയം നമുക്ക്, അല്ലെങ്കിൽ യാത്രാ വിജയം നമുക്ക്, അല്ലെങ്കിൽ ലക്ഷ്യവിജയം നമുക്ക് അനുകൂലമായിട്ട് വരും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പിൽ വന്ന് ന്യായമായിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ അർഹത നമുക്ക് നേടിയെടുക്കാൻ പറ്റും. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പൂരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മൾക്ക് വളരെ മനോവേദന ഉണ്ടാകും. വീട് വെക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വാസ്തുദോഷങ്ങൾ ഒഴിവാക്കി ആ പ്ലാനിൽ കുറച്ചെങ്കിലും വ്യത്യാസം വരുത്തി ചെയ്യണമെങ്കിൽ അത് നമ്മൾ മടി കൂടാതെ ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം നമുക്ക് മാത്രമല്ല, വരും തലമുറയ്ക്ക് അത് ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ട് വരാം. മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പം പ്രാണപ്രകൃത്യാനാം യോഗത്രയേ, പ്രാണപ്രകൃത്യാനാം യോഗത്രയേ, യോഗത്രയേ എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഭാവങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂല കടാക്ഷം. മാതാപിതാ ഗുരു ദൈവം. കണ്ണ് തുറക്കുമ്പോൾ അമ്മയിൽ കൂടി ശിക്ഷണം, അച്ഛനിൽ കൂടി അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഉന്നതമായിട്ടുള്ള ശിക്ഷണം ഗുരുക്കന്മാരിൽ കൂടി, ഇതെല്ലാം നമ്മളെ കാത്ത് നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൽ കൂടി. മാതാപിതാ ഗുരു ദൈവം. അപ്പം ഇവിടെ ദൈവം എന്ന് പറയുന്ന അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ, എല്ലാ മതക്കാർക്കും വ്രതങ്ങളും നോമ്പുകളും ഉണ്ട്. നമുക്ക് മണ്ഡലവ്രതം, മുസ്ലിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, ക്രിസ്ത്യൻസിന് അതിൻ്റെതായിട്ടുള്ള നോമ്പുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അതാത് വർഷത്തിലുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ച് വീണ്ടും നമ്മൾ പല്ല് തേക്കുന്നത് പോലെ വീണ്ടും നമ്മൾ ശുചീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് വ്രതത്തിൽ കൂടി വരണം. അവിടെ ത്യാഗവും സമർപ്പണം, വേണ്ടപ്പെട്ടത് ഉപേക്ഷിച്ചു കൊണ്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രിയാത്മക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈമിങ്ങിനെയാണ് വ്രതം എന്ന് പറയുന്നത്. അത് വേണ്ടപ്പെട്ട പലരും ചിലപ്പോൾ മാംസം ഉപേക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം, ഇങ്ങനെയായിരിക്കും. ആ വ്രതത്തിലേക്ക് നമ്മളും സ്ട്രിക്റ്റായിട്ട് നമ്മൾ പരിപാലിച്ചു പോയാൽ ഒരു പരിധി വരെ നമുക്കും നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കത് ഗുണകരമായിട്ട് വരും. ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്.